ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നീ അത് അവിടുന്ന് പ്രവാചകനോട് പറയുന്നു, നബിയേ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, ഒരുപാട് നന്ദികേടുകൾ പടച്ചവനോട് കാണിച്ചു പോയി. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ലോകത്തിന്റെ നേതാവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത തൗബ ചെയ്യാൻ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനതാ പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്യില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്തതാ, എന്നിട്ടും ഞാൻ പാപം ചെയ്യുന്നു നബിയേ. അല്ലാഹുവിനോട് ഞാൻ തൗബ ചെയ്തതാണ്, ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് തൗബ ചെയ്തിട്ട് പിന്നെയും അതേ പാപം തന്നെ ഞാൻ ചെയ്യുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നീ പിന്നെയും തൗബ ചെയ്യ്, രണ്ടാമതും തൗബ ചെയ്യ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, പിന്നെയും ഞാൻ ആ പാപം ചെയ്യുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെയും തൗബ ചെയ്യ്. ആ ചെറുപ്പക്കാരൻ പിന്നെയും മുത്തി നബിയോട് ചോദിക്കുകയാ, എപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, തെറ്റ് ചെയ്യില്ല എന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ ഉറപ്പിച്ച് തൗബ ചെയ്തിട്ട് പിന്നെയും 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 ഞാൻ ഇങ്ങനെ പാപം ചെയ്യുകയാ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, പിന്നെയും തൗബ ചെയ്യാൻ. ആ മനുഷ്യൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എത്രയാ നബിയേ തൗബ ചെയ്യേണ്ടത്? ഏത് സമയം വരെയാ തൗബ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, ചെറുപ്പക്കാരാ, എത്ര വരെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? എടാ, ഒരു തെറ്റ് ചെയ്തതിന്റെ പേരില് അല്ലാഹുവിന്റെ മുന്നിൽ പോയിട്ട് തൗബ ചെയ്തു, പടച്ചവനെ പറ്റിപ്പോയി തമ്പുരാന്, കള്ള് കുടിച്ചു പോയി തമ്പുരാന്, വ്യഭിചരിച്ചു പോയി തമ്പുരാന്, പലിശ തിന്നു പോയി പടച്ചവര്, അല്ലാഹുവേ നിസ്കരിക്കാതെ തോന്നിവാസിയെ പോലെ ജീവിച്ചു പടച്ചവര്, എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, ഇനി ചെയ്യില്ല തമ്പുരാന് എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി തൗബ ചെയ്തിട്ട് നാളെ അതേ പാപം തന്നെ നീ ചെയ്താ നാളെ വൈകുന്നേരം നീ തൗബ ചെയ്യണേ. ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് മറ്റേ നാള് രാവിലെ വീണ്ടും അതേ പാപം ചെയ്തു, അന്ന് നീ തൗബ ചെയ്യ്. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മുന്നിൽ പിന്നെയും പിന്നെയും തൗബ ചെയ്യുമ്പോ അല്ലാഹുവിന് നിന്നോട് വെറുപ്പ് തോന്നാറില്ല, സ്നേഹം കൂടുകയാ മോനെ. അല്ലാഹുവിന്റെ മുന്നിൽ നീ പോയി തൗബ ചെയ്യുമ്പോ അല്ലാഹുവിന് നിന്നോട് വല്ലാത്ത സ്നേഹമാ, നിന്നോട് വല്ലാത്ത ഇഷ്ടമാ. ഏതുവരെ തൗബ ചെയ്യണമെന്നറിയുമോ? ശൈത്താൻ നിന്റെ മുന്നിൽ തോറ്റുപോകണം. ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ശൈത്താൻ പോലും നിന്റെ മുന്നിൽ തോറ്റുപോകണം. ശൈത്താൻ തന്നെ പറയണമല്ല, ഇനി ഇവന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല, ഇവനെ പിഴപ്പിച്ചിട്ട് കാര്യമില്ല, ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. എത്ര ഞാൻ കഷ്ടപ്പെട്ട് ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചാൽ ഇവൻ തൗബ ചെയ്യുന്നല്ലോ, ഇവനെ തൗബ ചെയ്ത് നന്നാകുന്നല്ലോ. ഇബ്ലീസ് പരാജയപ്പെടുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗബ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഒരു വട്ടം പറഞ്ഞു, പഠിച്ചവനെ ഇനി ഞാൻ കള്ളു കുടിക്കത്തില്ല തമ്പുരാനെ, ഇന്നത്തോടു കൂടി എല്ലാം നിർത്തി, നാളെ രാവിലെ വേറെ കള്ളു കുപ്പി കണ്ടപ്പം പോയി കുടിച്ചു. ഉടനെ അന്നും വൈകിട്ട് പറയാ, പഠിച്ചവനെ ഇനി ചെയ്യില്ല, പറ്റിപ്പോയി തമ്പുരാനെ, എന്നിട്ട് മറ്റന്നാളും പോയി കുടിച്ചു. ഓരോ പ്രാവശ്യം നീ ചെയ്തിട്ട് പിന്നെയും പിന്നെയും അള്ളാഹിനോട് പറയുമ്പോ പാപ്പായ്ക്കും ഉമ്മായിക്ക് ദേഷ്യം വരുന്നേ, അള്ളാഹിക്ക് ദേഷ്യം വരത്തില്ല. പറയും തോറും അള്ളാഹുവിന് സ്നേഹം കൂടും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ എന്ന് ഇങ്ങനെ തന്നെയാ ഞാൻ ചെയ്യുന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എത്ര വരെ പോകണം? ഇബ്ലീസ് നിന്റെ മുന്നിൽ തോക്കണം. ഇബ്ലീസ് കഷ്ടപ്പെട്ടുകൊണ്ട് നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും, പക്ഷെ നീ തൗബ ചെയ്യും. അവസാനം നിന്റെ മുന്നിൽ ശൈത്താൻ പറയും, അസ്സലാമു അലൈക്കും, ഇനി ഇവന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല, അവൻ തോറ്റോടുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, അവസാനം ഇബ്ലീസ് നിന്റെ മുന്നിൽ ശപഥം ചെയ്യും, പോവാ മോനെ, അസ്സലാമു അലൈക്കും. അതുവരെ അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് തന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ തന്റെ ജീവിതത്തിൽ ചെയ്ത കൊടും പാപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അല്ലാഹുവേ, എത്ര വലിയ പാപമാ പടച്ചവനെ ഈ ചെറുപ്പക്കാരൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കേൾക്കാം. അവസാനം ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, തങ്ങളെ എനിക്ക് അല്ലാഹു പുറത്തു തരുവോ, എനിക്ക് അല്ലാഹു പുറത്തു തരുവോ? മഹാനവറുകൾ തന്റെ വീടിന്റെ അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കയറിപ്പോയി. തന്റെ വീടിന്റെ അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കയറിപ്പോയി. കുറെ സമയം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വന്നു. വീടിന്റെ പുറത്ത് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? പൊന്നുമോനെ, സ്വർഗത്തിന് 7 കവാടങ്ങളുണ്ട്. സ്വർഗത്തിന് 7 കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾ ഇടയ്ക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. എന്നാ സ്വർഗത്തിലെ തൗബ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്. അല്ലാഹുവേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, തൗബ എന്ന് പേരുള്ള ഒരു വാതിലുണ്ട്. ആ വാതിലിനൊരു മലക്ക് കാവല് നിൽക്കുന്നുണ്ട്. അത് ഒരിക്കലും അടയ്ക്കാറില്ല, അത് ഒരു സമയത്തും അടയ്ക്കാറില്ല. അതുകൊണ്ട് പൊന്നുമോനെ, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏറ്റുപറയാൻ തയ്യാറാകണമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, കള്ളു കുടിച്ചവനാണോ, വ്യഭിചരിച്ചവനാണോ, പലിശ തിന്നവനാണോ, നിസ്കരിക്കാത്തവനാണോ, ഭാര്യ വഞ്ചിച്ചവനാണോ, ഭർത്താവിനെ ചതിച്ചവനാണോ, കാമുകന്റെ കൂടെ കറങ്ങിയവളാണോ, പൊന്നുമക്കളെ, എത്ര വലിയ പാപം ചെയ്താലും നീ ഭയപ്പെടണ്ട. എത്ര വലിയ അപരാധം ചെയ്തവനാണോ, ഒരിക്കലും നീ പേടിക്കണ്ട. അതിനൊരു പരിഹാരമുണ്ട്, അതിനൊരു മാർഗമുണ്ട്. ആരല്ല പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ أنفسهم لا تكنتوا من رحمة الله. ഇത് പറയുന്നത് അല്ലാഹുവാ, ഇത് പറയുന്നത് അല്ലാഹുവാ. നബിയെ പറഞ്ഞു കൊടുക്ക്, നബിയെ അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്ക്. അവര് കള്ളു കുടിച്ചവരാണോ, അവര് വ്യഭിചരിച്ചവരാണോ, അവര് പലിശ തിന്നവരാണോ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് പറയാ പറ നബിയേ, എന്നോടൊന്ന് പറയാ പറ നബിയേ. ഞാൻ ഗഫൂറല്ലേ നബിയേ, ഞാൻ റഹീമല്ലേ നബിയേ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇവിടെ തൗബ ചെയ്യാനുള്ള മജ്ലിസാണ്. ഇന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ ഈ നൂറുകണക്കിന് ആൾക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ കാവൽ നിർത്തിയിട്ട് ഈ ദുനിയാവിലെ സ്വർഗ്ഗത്തിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ഭവനത്തിന്റെ മുന്നിലിരുന്ന് ആലിമീങ്ങളും ഹാഫിളീങ്ങളും സയ്യിദന്മാര്, ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരും ഹാഫിളീങ്ങളും ഒരുപാട് പേരുടെ ജനങ്ങളുടെ നടുവിലിരുന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ കഴിയുമോ? ഒരാള് പോലും തൗബ ചെയ്യാതെ ഇവിടുന്ന് പിരിയല്ലേ. ഇവിടുന്ന് ഒരാള് പോലും ഇന്ന് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും ഈ സ്വർഗത്തിന്റെ പണ്ണിൽ കുടിച്ചു മൂടിയിട്ട് അല്ലാതെ ഇവിടുന്ന് പിരിയരുത്. അല്ലാഹുവേ, തൗബ ചെയ്തു മടങ്ങാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും, ഇന്ന് അവസാനം വരെ പിരിവൊന്നുമില്ല. ഇന്നിവിടെ നിന്ന് പിരിയുമ്പോ അള്ളാഹുടെ മുന്നിൽ തൗബ ചെയ്തിട്ട് സ്വർഗത്തിന്റെ അവകാശിയെ പോലെ ഈ പോകണ വഴി മരിച്ച സ്വർഗം കിട്ടണം. ആ അവസ്ഥയിൽ വേണം പിരിയാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്കിക്ക്. അരക്കയ്യന്മാരെ ഒന്നും അള്ളാഹ് അവിടെ കയറ്റത്തില്ല, വേണമെങ്കിൽ പൊക്കിക്കോ. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു തൗബ സ്വീകരിക്കുമാറാകട്ടെ. എന്തേ പ്രതിഫലം എന്ന് കേൾക്കോ? പലർക്കും കൈവക്കാൻ മടി.
പലർക്കും കൈപൊക്കാൻ മടി. എന്നാൽ ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം അറിയോ? ഈ കൈപൊക്കിയ നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെന്ന് പറയുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മാത്ത ശാബുൻ തായിബുൻ യർഫഉല്ലാഹുൽ അദാബ അൻ മഖാബിരിൽ മുസ്ലിമീൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ ഇരുന്ന് കൈപൊക്കിയ നീ, ഇവിടെ ഇരുന്ന് തൗബ ചെയ്ത നീ, ഇന്നിവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോയി പോകുന്ന വഴിയിലങ്ങ് മരിച്ചു. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഒരു ആമീൻ പറഞ്ഞ്. എന്താ പേടിയുണ്ടോ മരിക്കാൻ? എന്താ പേടിയുണ്ടോ? നീ പിന്നെ എന്നും മരിക്കാനിരിക്കുക? എടാ, ദുനിയാവിലെ സ്വർഗത്തിൽ ഇരുന്നിട്ട് സർവ്വ പാവങ്ങളും അള്ളാടെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് ഉമ്മ പ്രസവിച്ചതുപോലെ പോണ വഴി മരിച്ചുപോയ സ്വർഗത്തിലല്ലേ പോണേ? പിന്നെ എന്തിനാ പേടിക്കണേ? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നീ മരണപ്പെട്ടു. നാളെ ഇവിടുത്തെ പള്ളിയിൽ, ഇവിടെ ഈ മിനാരത്തിലൂടെ ഇന്നാലില്ലാഹി വിളിച്ചു പറയാറുണ്ടോ? ഉണ്ടോ? ഈ മരിച്ച വാർത്ത വിളിച്ചു പറയാറുണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തിലാവട്ടെ, നാളെ നീ മരിച്ചുപോയി എന്ന് വിളിച്ചു പറഞ്ഞു. നിന്റെ വീട്ടുകാരെല്ലാവരും കൂടെ നിന്റെ വീട്ടിൽ കടന്നു വന്നു. നിന്റെ മയ്യത്ത് കണ്ടു, കുളിപ്പിച്ചു, കഫവൊക്കെ പൊതിഞ്ഞു. നല്ല മനോഹരമായ തുണിയിലൊക്കെ, വല്ല 3 കഷ്ടം വില കൂടിയതൊന്നുമില്ല, 2500 രൂപ എങ്ങാണ്ടേ ഉള്ള ഒരു പാക്കറ്റിന്. ഈ തുണി അങ്ങോട്ട് വാങ്ങിയിട്ട് നിന്നെ നല്ലതുപോലെ പൊതിഞ്ഞു 3 കെട്ടുകൾ വലിച്ചു കെട്ടി. 3 കെട്ടുകൾ നല്ലതുപോലെ ഇങ്ങനെ ഇറക്കി കെട്ടി ഒളിപ്പിച്ചു കൊണ്ടുവന്ന് കിടത്തിയിട്ട് എല്ലാവരും, മഹാനായ തഴവ ഉസ്താദ് ആ രംഗം മനോഹരമായി പറയുന്നുണ്ട്. മുക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വല്ലാത്ത രംഗമാ. മുക്കിന്റെ ദ്വാരത്തിൽ പഞ്ഞിയെടുത്ത് വെച്ചിട്ട് എല്ലാവരും കണ്ടല്ലോ, പൊതിയാൻ പോവാ, പൊതിയ അങ്ങോട്ട്. അവസാനം ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കോടിക്കണക്കിന് രൂപ വിലയുള്ളൊരു വാഹനമുണ്ട് മയ്യത്ത് കെട്ടിൽ. അതിന് കോടി തന്നെ വില, അതിന് കോടിക്കണക്കിന് രൂപയാ. കാരണം എല്ലാവരുടെ വീടിന്റെ മുന്നിൽ വരുന്നൊരു വാഹനം വല്ലാത്ത വാഹനമാ. ആ വാഹനം വീട്ടിൽ കയറുന്നത് എല്ലാവർക്കും പേടിയാ. ആ വാഹനം വീട്ടിൽ കയറുന്നതിന് എല്ലാവർക്കും പേടിയാ. അങ്ങനെയുള്ള വാഹനത്തിന്റെ മുകളിൽ നിന്നെ എടുത്തു മലർത്തിക്കിടത്തി ഈ പള്ളിയിൽ കൊണ്ടുവന്ന ഖതീബ് ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഇവിടെ കബറുംകാട്ടിലേക്ക് ഇറക്കുക, പള്ളിപ്പറമ്പിലേക്ക് ഇറക്കുക. ഇവിടെ ഇരുന്ന് തൗബ ചെയ്ത നിന്റെ മയ്യത്ത് ഇവിടത്തെ ഖബർസാനിലേക്ക് കബറടക്കാൻ കൊണ്ടിറങ്ങുമ്പോ നിന്നെ കൊണ്ടുവന്ന് ഖബർസാനിൽ കൊണ്ടുവന്ന് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. പള്ളിപ്പറമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഖബറ്, ആ ഖബറിന്റെ അകത്തേക്ക് നിന്റെ മയ്യത്ത് ഇറക്കി വെക്ക. ഇതൊക്കെ പറയുമ്പോ പടച്ചവനെ, പണ്ടൊക്കെയായിരുന്നു പള്ളിപ്പറമ്പ്, ഇപ്പൊ പള്ളിപ്പറമ്പൊന്നും അല്ലല്ലോ. പണ്ടൊക്കെ പള്ളിപ്പറമ്പെന്ന് പറഞ്ഞ, ഖബർസാൻ എന്ന് പറഞ്ഞ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കോമഡി പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നിട്ടാ, ഇപ്പൊ തമാശ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിനെ കുറിച്ച് അതൊക്കെ പേടിയൊക്കെ മാറി. ഇപ്പൊ വേണമെങ്കിൽ പള്ളിക്കാട്ടിലെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് സെൽഫി എടുക്കണ കാലമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ടാരും പള്ളിപ്പറമ്പിൽ പോകാറില്ല പേടിച്ചിട്ട്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് ഫോൺ വിളിക്കും, അവിടെ നിന്നുകൊണ്ട് തമാശ പറയും, അവിടെ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയും, അവിടെ നിന്നുകൊണ്ട് കണ്ടവന്റെ പച്ചയിറച്ചിയും തിന്നും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒന്ന് നന്നാകാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് ചെറുപ്പക്കാര് ചോദിക്കാറുണ്ട്, ഉസ്താദ് നന്നാവാമല്ല ദുആയുണ്ടോ? നന്നാകാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒരു വഴിയുണ്ടടാ ചെറുപ്പക്കാരാ. എത്ര വലിയ മുതുകുടിയനെയും നന്നാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നന്നാകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറയാം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്,
എന്റെ പ്രവാചകരെ നന്നാകണം നബിയേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാ പ്രവാചകനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സുനിൽ പള്ളിപ്പറമ്പിൽ പോകാനാ പറഞ്ഞത്. എടാ ചെറുപ്പക്കാരാ, എടാ നിനക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ പൊന്നുമോനെ? ഇവിടത്തെ ഖബർസ്ഥാനിൽ നാളെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ഇവിടത്തെ പള്ളിപ്പറമ്പിലേക്കൊന്ന് കടന്നു പോകു മോനെ. ഒരുപാട് പേരവിടെ കിടപ്പുണ്ട്, പ്രായമുള്ളവര് കിടക്കുന്നുണ്ട്, ചെറുപ്പക്കാര് കിടക്കുന്നുണ്ട്, ഒരുപാട് സുന്ദരികളും സുന്ദരന്മാരും കിടക്കുന്നുണ്ട്. ആ പള്ളിപ്പറമ്പിൽ കുറച്ചു നേരം ഒന്ന് പോയി നിക്കടാ, നിന്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്നതാ നിന്നെ പോലെ ദുനിയാവിന്റെ തുലിക്കുകളിൽ സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ കൊണ്ടുപോയ പള്ളിപ്പറമ്പിൽ ഒരു ചെറിയ കുടിക്കകത്ത് ഇറക്കി മലർത്തി കിടത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് ആ മനുഷ്യന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരിയിടുമ്പോ അവിടെ നിന്നുകൊണ്ട് തമാശ പറയുന്നവരെ, അവിടെ നിന്നുകൊണ്ട് ചിരിക്കുന്നവരെ എങ്ങനെ കഴിയുന്ന പൊന്നുമോനെ? വാപ്പാ നിനക്കെങ്ങനെ കഴിയുന്നു? പള്ളിപ്പറമ്പിൽ പോയി നിന്നുകൊണ്ട് നിനക്ക് തമാശ പറയാ, അവിടെ പോയി നിന്നുകൊണ്ട് സംസാരിക്കാൻ എങ്ങനെയാണ് നിനക്ക് കഴിയുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, ജന്നത്തുൽ ബഖീയുടെ മധ്യസ്ഥാനത്ത് കിടക്കുന്ന ഉസ്മാൻ തങ്ങള് ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഖബറ് കണ്ടു കഴിഞ്ഞാൽ തന്റെ താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്, കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. സ്വഹാബികൾ പോലും ചോദിക്കുന്ന ഉസ്മാൻ തങ്ങള്, നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, പരലോകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ കരയാറില്ലല്ലോ, മരണത്തെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ തങ്ങളെ ഇങ്ങനെ കരയുന്നത്? അവിടെന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സഹാബാ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പള്ളിപ്പറമ്പില് രക്ഷപ്പെട്ട് കഴിഞ്ഞ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെട്ട് സ്വഹാബാ. പള്ളിപ്പറമ്പിലല്ലേ രക്ഷപ്പെടേണ്ടത്? അതുകൊണ്ട് ചെറുപ്പക്കാരാ, ചിരിക്കല്ലേടാ, തമാശ പറയല്ലേടാ, രാഷ്ട്രീയം പറയല്ലേ, കുടുംബകാര്യം പറയേണ്ട സ്ഥലമല്ല പള്ളിപ്പറമ്പ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചോ നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പള്ളിയിലെ ഉസ്താദന്മാര് വാഴ്ന്നു പറഞ്ഞു കഴിഞ്ഞ പേടിക്കണമടാ ചെറുപ്പക്കാരാ, ഖബറിനെ കുറിച്ച് പറയുന്നത് പേടിക്കണം പൊന്നുമോര്. ഖബറ് കണ്ടാ കരയട്, ഖബറ് കണ്ടാ കരയട് മോനെ. പള്ളിപ്പറമ്പിലെ ഖബറ് കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുവേ, ഒരു ദിവസം ഞാനും ഇവിടെ വന്ന് കിടക്കണ്ടവനാ. എന്തിനാ? നിന്നെ കൊണ്ട് തന്നെ അല്ലാഹു നിന്റെ വാപ്പാനെ ഖബറടക്കിപ്പിച്ചത്. സ്വന്തം വാപ്പയെ കൊണ്ട് തന്നെ മക്കളുടെ മയ്യത്ത് ഖബറടപ്പിക്കുന്നത് എന്തിനാടാ ചെറുപ്പക്കാരാ? പള്ളിപ്പറമ്പിൽ ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെച്ചിട്ട് ഒരു പിടി മണ്ണുവാരിയിട്ട് എന്തിനാ ഇടാൻ പറഞ്ഞത്? മണ്ണുവാരി ഇടുമല്ലോ. خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى.
ഇടിമണ്ണ് വാരിയിടാ പറഞ്ഞത് എന്തിനാടാ? സ്വന്തം വാപ്പാടെ മയ്യത്ത് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അവസാനം അവിടെ നിന്ന് വെള്ളമൊടിച്ച് ദുആയും ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പിരിയുമ്പോ പറയുന്നത് എന്താ? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അതിന്റെ എങ്ങാണം അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് അറിവൊന്നും വേണ്ട, ഒരുപാട് വാഴ്തുകളൊന്നും വേണ്ട. ആ പള്ളിപ്പറമ്പിലെ പിതാവിന്റെ കബറിന്റെ ചാരത്ത് നിന്ന് പിരിയുമ്പോ ആ ഉമ്മയുടെയും വാപ്പയുടെയും കബറിന്റെ ചാരത്ത് നിന്നിട്ട് നീ പറയുന്ന ഒരു ദുആഇന്റെ അർത്ഥമെങ്ങാണം അറിഞ്ഞിരുന്നെങ്കിൽ മോനെ, അതാടാ ഏറ്റവും വലിയ വാഴ്ത്, അതാടാ ഏറ്റവും വലിയ പ്രഭാഷണം. സിറാജ് 2 മണിക്കൂർ കിടന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം വേണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ, ആ പള്ളിപ്പറമ്പ് പേടിക്കണ്ട സ്ഥലമാ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാ, 6 സ്ഥലങ്ങളിൽ സംസാരിക്കല്ലേ, 6 സ്ഥലങ്ങളിൽ സംസാരിക്കരുത്. ദുനിയാവിന്റെ കാര്യം പറയരുത്, ദുനിയാവിന്റെ കാര്യം പറയരുത്. ഈ 6 സ്ഥലങ്ങളിൽ മനുഷ്യരെ കാണുമ്പോ കുടുംബകാര്യം ചോദിക്കല്ലേ, വിശേഷം ചോദിക്കല്ലേ, സാമ്പത്തികം ചോദിക്കല്ലേ, രാഷ്ട്രീയം പറയല്ലേ, സുഖവിവരം അന്വേഷിക്കല്ലേ. ഈ 6 സ്ഥലങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 40 കൊല്ലം ചെയ്ത അമല് പോയി മോനെ. 40 വർഷം നീ ചെയ്ത അമലുണ്ടല്ലോ, നീ നോമ്പ് പിടിച്ചതും നിസ്കരിച്ചതും ഖുർആൻ ഓതിയതും സദഖ കൊടുക്കുന്നതും ദിക്ർ പറയുന്നതും സ്വലാത്ത് പറഞ്ഞതും തഹജ്ജുദ് നിസ്കരിച്ചതും ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല 6 സ്ഥലങ്ങളിൽ സംസാരിക്കരുത്. 6 സ്ഥലങ്ങളിൽ ഒരാളെ കാണുന്ന സമയം മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ, കല്യാണമൊക്കെ കഴിഞ്ഞോ, ഇത് ചോദിക്കാനുള്ള സ്ഥലമല്ലത്. 6 സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോ പരസ്പരം ദുനിയാവിന്റെ കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ 40 കൊല്ലം 40 കൊല്ലമാണെന്നുകൊണ്ട് 40 ദിവസം നമുക്ക് 40 ദിവസം പിടിക്കാം. 40 ദിവസം ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിലെ ഒരു സ്ഥലം പള്ളിപ്പറമ്പിലെ കബറ. അളിയ സുഖമാണോ അളിയ? പെണ്ണുപിള്ള പ്രസവിച്ചോ അളിയ? എവിടെ വെച്ചാ ചോദിക്കണേ? പള്ളിപ്പറമ്പിൽ നിന്നോണ്ട്, പള്ളിപ്പറമ്പിൽ നിന്നോണ്ടാ ചോദിക്കണേ.